കണിമത്തങ്ങ ആദ്യമായിട്ട് പൊട്ടിക്കാറായി. എന്ത് ചെയ്താലും കുഴപ്പമാണ് മനസ്സിലായി. ഉപദ്രവിക്കാൻ മുറിക്കാൻ വരെ നമുക്ക് തോന്നില്ല, അത്രയും മനോഹരമാണ് ഈ സാധനം. കിണ്ണെന്ന് അറിഞ്ഞൂട്ടാ, മരം പോലെ ആക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് പറിച്ച് ഉള്ളിയാണ് ഇട്ടത് മുഴുവൻ. ഗോൾഡൻ പംകിൻ നോക്കിയാവും നീ ഉണ്ടാക്ക്, പൊളിയാനെ പൊളിയിട്ടാ. ഇതാണ് വിട്ടുപോരണ്ട ദൈവം. ആള് ചെയ്യുമ്പോ ആഹാ, ഞാൻ ചെയ്യുമ്പോ ഓഹോ, സൂപ്പർ. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണേ വെക്കാട്ടാ. നനയ്ക്കാൻ പാടില്ലായിരുന്നു കേട്ടാ. അതെ എങ്ങനെയാണ് കിണ്ണത്തപ്പം ടീസ്പൂണോട് കോരി തിന്നിടക്ക് തീയടായി. അതെന്താ ഇത് ശരിക്കും ഉറച്ചിട്ടില്ലേ ഇത് ഇതുവരെയിട്ട്. അതെ, നമ്മുടെ കണിമത്തങ്ങ ആദ്യമായിട്ട് പൊട്ടിക്കാറായി. ഇത് ഇത്ര വലിപ്പം വരില്ലോട്ടാ അല്ലേ? ഇത്ര വലിപ്പം വരില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇതുണ്ടാവുന്നത്. മറ്റേ മത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുമ്പോൾ കുറേ എണ്ണം ഇങ്ങനെ മറ്റേ കാടമുട്ട പോലെ ഇങ്ങോട്ട് ഒക്കെ ഉണ്ടായിട്ടാ. കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 കുറേ പേരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും വലുതാവണില്ല. എന്തിട്ടാന്ന് സാരിത പറയുന്നത്, വളം ഇടണ്ടോന്നാ. വളം കൂടിയിട്ടാവും അല്ലെങ്കിൽ വളം കുറഞ്ഞിട്ടാവും. പാകത്തിന് ചേട്ടൻ വളം ചെയ്യാറില്ലല്ലോ. ഇതിനങ്ങനത്തെ വളങ്ങളൊന്നും കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. എന്ത് ചെയ്താലും കുഴപ്പമാണ് മനസ്സിലായി. അല്ല, പാകത്തിന് ഇട്ടാ പോരെ. പാകത്തിന് പോലും ഇട്ടിട്ടില്ല. അപ്പൊ കളരിക്ക് പുറത്ത് കേട്ടാ. ഇതിപ്പോ എന്താ പറയാ, ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം, ഇങ്ങനെയല്ലേ പറയുന്നേ. ചേട്ടൻ മനസ്സിലാക്കണില്ല എന്തിട്ട് എന്തിട്ടാന്ന് മനസ്സിലാവണില്ല ആൾക്ക്. അപ്പൊ പിന്നെ പാവം വിട്ട് അത് മനസ്സിലാക്കാനുള്ള സോഫ്റ്റ്വെയർ അടിച്ചു പോയി. പ്രേമേട്ട പറയണ പോലെ. അപ്പൊ പിന്നെ ഒന്നും പറയാണ്ടിരിക്കാൻ നല്ലത്. ഈ സാധനം എങ്ങനെ വലുതായി പറയും. അതല്ലേ അവിടെ ഉണ്ടായിരുന്ന വളം മുഴുവൻ വലിച്ചെടുത്ത് അത് വലുതായി. പിന്നെയുള്ളത് വലുതാവാനായിട്ടുള്ള വളം ഇല്ല. വളം ഉണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ ചേട്ടനല്ല പറഞ്ഞ ഇട്ടിട്ടില്ലെന്ന്. അയ്യോ, ഇത്ര അധികം വളം കൂടി. വളം അടുത്ത സെക്കൻഡിൽ മാറ്റി പറഞ്ഞു. അല്ല, അതുപോലെ നിറച്ച് ചാണാട്ടാ. ചാണന്നല്ല, ചാണപ്പൊടിയാണ് ഇട്ടിട്ടുള്ള. ആ ഭൂമിയിലേക്ക് പോവില്ല. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റേ ജൈവമാണ് മുറിക്കുന്നുട്ടാ. ഉൾക്കടിക്കാൻ പോകണം. നിനക്ക് ഉൾക്കടിക്കുന്ന അങ്ങനെ നമ്മൾ ആദ്യത്തെ മത്തങ്ങ നമ്മൾ മുറിക്കാൻ പോകണം. എന്തൊരു ഭംഗിയാണെന്നറിയോ, ഭയങ്കര ഭംഗിയാണിത്. ഇതിനെ ഉപദ്രവിക്കാൻ മുറിക്കാൻ വരെ നമുക്ക് തോന്നില്ല, അത്രയും മനോഹരമാണ് ഈ സാധനം. ക്യൂട്ട് മത്തങ്ങ. നീ എന്തൊക്കെ പൊട്ടിക്കാണെങ്കിൽ പൊട്ടിച്ചോ. ഇപ്പൊ കുറേ സാധനങ്ങൾ പൊട്ടിക്കാനില്ല. അയ്യോ, വഴുതനയൊക്കെ നാശമായി പോയി. വഴുതനയും കഴുതനയൊക്കെ ഉണ്ട്, അതൊക്കെ നാശമായി. കണ്ടാ, വലിയ വഴുതനങ്ങളൊക്കെ പോയി. ഇതിന് കാര്യ കണ്ടാ, എനിക്ക് എന്ത് നല്ല വഴുതനയായിരുന്നു അറിയും. ഇതൊക്കെ പഴുത്തും എന്തൊരു ചെയ്യാ അതാണ് പറഞ്ഞത്. പഴുക്കാത്ത പൊട്ടിക്ക് ഇപ്പൊ തൽക്കാലം കൃഷി ചെയ്തിട്ടേ അധികമായാലും കുഴപ്പമില്ല. ഇതല്ല, അവിടെ കുറേ എണ്ണം മത്തങ്ങ. അല്ല, ഒരു ദിവസത്തിൽ എന്തോരം കൂട്ടാൻ വയ്ക്കാം. കൂട്ടാൻ വെച്ചിട്ട് ആ ഉള്ളിയും മിളകും വെളിച്ചെണ്ണയും കൂടിയും കളയണ. അതന്നെയാണ് അവിടെ വഴുതനങ്ങ. ഈ നിൽക്കണ രണ്ടെണ്ണോ? ഇവരൊക്കെ ചെറുതുകളാണ്. പക്ഷെ ഇത് അതിൻ്റെ അടിയിലൊരു വലുതുണ്ടല്ലോ, അതോ? അത് മൂത്തിട്ടില്ല. ഈ മത്തങ്ങ കൊണ്ട് പ്രയോജനം ഉണ്ട് കേട്ടാ. അത് അതിനാണ് നമ്മൾ പോണത്. അങ്ങോട്ട് വാ. ആരും കാണാതെ നമ്മൾ ഇവിടെ കുഞ്ഞൊരു വഴുതനങ്ങ തോട്ടമുണ്ട് കേട്ടാ. ആരും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ. അത് ഇതേ സാരിത, നീ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇതേടാ, ഇവിടെ ഉണ്ട് വഴുതനങ്ങ. കാണിച്ചു തരാം. ഇതാണ്ട നല്ല പിഞ്ച് വഴുതനങ്ങ. ഇവിടേക്ക് നോക്കേ, അതെ ഇത് വേണ്ട. കുഞ്ഞ വഴുതനങ്ങ തോട്ടം. ഇവിടേക്ക് കണ്ടു കാണുമ്പോൾ ആള് ഇത് ഇത്രയ്ക്കുള്ള വലിപ്പൊക്കെ, പക്ഷെ നന്നായി ഉണ്ടാവും. ഇതുമേ മഴ പെയ്തിട്ട് മണ്ണ് അത് പിന്നത്തെ ഇന്നലത്തെയും മഴയില്ല കട. എന്തോരം വഴുതനങ്ങ ഒരെണ്ണം നാശമായി പഴുത്തു. അത് വേണ്ട നമുക്ക്. എല്ലാത്തിലും ഉണ്ടാവും. സമാധാനമായി. അപ്പം എന്തോരം കിട്ടി. അല്ലെങ്കിൽ എനിക്കെന്തൊരു സമാധാനക്കേട്. അല്ല, ഞാൻ കൃഷി ചെയ്തിട്ട് ഉണ്ടാവണില്ല എന്നല്ല പറയല്ലേ. ഇനി കോവക്കായ നീ പൊട്ടിച്ചോ, ഒരു അങ്ങോട്ട് പോവാം. പറമ്പിലേക്ക് പോവാം, അല്ല വീട്ടിലേക്ക് പോവാം. ഇത് നീളം കോവക്കായകൾ ഉണ്ടാവുന്നുണ്ട്. 2 മിക്സ് ചെയ്തിട്ടുണ്ടാവണത് ഇഷ്ടം പോലെ. ഇത് തലയ്ക്ക് മീതെ കോവക്കായ, തലയ്ക്കു മീതെ
ആ കിണ്ണം നിറഞ്ഞൂട്ടാ, കിണ്ണം നിറഞ്ഞറി വാ കൊള്ളില്ല. അല്ല വെറുതെ ഇറങ്ങിയല്ലോ, അത്രയ്ക്ക് നീ കിട്ടിയത്. ചേട്ടൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച എനിക്ക് തന്നതും കഴിഞ്ഞു കേട്ടാ. ഈ ഞായറാഴ്ച ആക്കാം. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒന്നും ആയിട്ടില്ലേ പറമ്പ്. സമയം കിട്ടണ്ടേ, സമയം കിട്ടണ്ടേ, എന്നിട്ട് സമയം കണിക്കൊന്ന പൂ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ കാണിച്ചു തരാം. ഇതേണ്ട കണിക്കൊന്ന പൂ ഇട്ടിട്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഒരു മാറ്റം സംഭവിപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഈ മണ്ടയിൽ നമ്മുടെ അവിടെ നിന്ന് ഇട്ടിട്ട് ഈ മണ്ട വരെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ നല്ല തല പൊളിന വെയിൽ കിട്ടും ഇല്ലേ സരിത? കിട്ടും, നല്ല വെയിൽ കിട്ടും. ഈ നല്ല വെയിലിന് പറ്റിയ സാധനം ഈ സാധനം കേട്ടോ. ഇത് ഇങ്ങനെ പടർന്ന് വൃത്തികേടായി തുടങ്ങി. ഇവിടെയൊക്കെ കയറി കയറിയപ്പോൾ 4 അടി അകലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ഈ ബോഗമില്ല നമ്മളവിടെ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 4 വലിയ ചട്ടിയിലും ഇരിക്കുന്നുണ്ട്. ചട്ടിയിലല്ല, പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ പാത്രത്തിൽ ഇരിക്കുന്നുണ്ട്. ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വരി വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അഭിപ്രായം? അത് അന്ന് പറഞ്ഞതല്ലേ ഇവിടെ വെക്കാൻ പോവാന്ന്. പിന്നെ അല്ല ഒന്നുകൂടി അഭിപ്രായം ചോദിക്കണേ. ചേട്ടൻ വെക്കാൻ പോവല്ലേ? ആ, അതായത് അത് വെച്ച് കഴിഞ്ഞിട്ട് അതിന് മറ്റേ ഇരുമ്പിൻ്റെ ദണ്ട് കുത്തി കൊടുത്തിട്ട് അല്ല ഉയരം വയ്ക്കുമ്പോൾ എന്നിട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് അതൊരു മരം പോലെ ആക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാവടി പോലെ നമ്മൾ ആ സെൻറ്റ് പോൾസ് സ്കൂളിൻ്റെ അവിടെ കണ്ടേ, ഭയങ്കര ഭംഗിയാണ്. അതായത് ബോഗൻവില്ല ഇങ്ങനെയല്ല, അതൊരു ഒറ്റത്തടി എന്നിട്ട് ഇങ്ങനെയുണ്ട് മരം പോലെ. അതുപോലെ ആക്കിയാലോ? അതുപോലെ ആവാണെങ്കിൽ നല്ലതാ. അപ്പോൾ അതുപോലെ ഞാൻ ആക്കാൻ പോവാണ്. ബോഗൻവില്ല എത്തിക്കുക. 4 ചട്ടിയില്ല, അത് ഇങ്ങോട്ട് എടുത്തു വിടാൻ ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ ഉള്ളിയില്ലേ നോക്കിയേ, ഇത്രയ്ക്ക് ഉള്ളി അന്ന് പറിച്ച ഉള്ളിയാണ് ഇട്ടത് മുഴുവൻ. ഇതൊക്കെ കഴുകി മണ്ണൊക്കെ കളഞ്ഞു. ഈ വേനൽക്കാലം മുഴുവൻ അടുത്തേക്കുള്ള ഉള്ളിൻ്റെ ഇല്ലേ സരിത? എന്തോരം ഉള്ളിയെ കഴുകി ഇത് ഉണക്കി ഇത് ഇതിലാക്കി വെച്ചാൽ മതി, ഒന്നും ചെയ്യാനില്ല. ഇത് കംപ്ലീറ്റ് തൊലി കളഞ്ഞിട്ടേ ചെപ്പിലടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും നാശമായി പോയില്ല. തൊലി കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ചെയ്യും. ഞാൻ ആദ്യം കുറേ തൊലി കളഞ്ഞ് വെക്കാറുണ്ട്. ജഗ്ഗു ചെറുതായിരുന്ന സമയത്തേ നമുക്കിപ്പോൾ അവൻ ഉറങ്ങണ സമയത്ത് ഇങ്ങനെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞിട്ട് വെക്കും. അല്ല അതിൽ വെള്ളം നനവ് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് വേനൽക്കാലം കടുക്കാൻ പോവില്ലേ, അപ്പോൾ ഇതൊക്കെ ചുങ്ങും. ഇത് നേരെ വെച്ചൂടെ? അത് വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇപ്പൊ വെള്ളം ഇല്ലല്ലോ, കഴിഞ്ഞു. ഇതിനിപ്പോൾ എടുത്ത് അകത്തി കൊണ്ട് പോകണ്ടോ? ഇത് കവറിലാക്കിയിട്ടേ. അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളിലൊക്കെ ചുങ്ങി ഇതിൻ്റെ നീരൊക്കെ പറ്റിയിട്ട് ചെറുതായിട്ട് തോട് മാത്രമായി പോലെയാവും, ആ ലെവലാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കംപ്ലീറ്റ് തൊലി കളഞ്ഞിട്ട് ചെപ്പിലടച്ച് വെച്ച് വെക്ക്. നീ നോക്ക്, ഒരു മോളിലത്തെ തൊലി കളയാം എന്നിട്ട് വെക്കാം. ഒന്നും ആശാവില്ലേ? ബോഗൻവില്ല നമുക്ക് അവിടേക്ക് പോവാം. ഇതാണ് നമ്മുടെ 4 ബോഗൻവില്ല കേട്ടാ. ഇത് 1 2 3 4 പേര് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ മറ്റേ കാല് ഈ സാധനം വെട്ടിയപ്പോൾ ഉണ്ടായിരുന്നില്ല കുറച്ചെണ്ണം ഉണ്ട് കേട്ടത്. എടാ അയ്യോ ഇത് മുള്ള എടാ, ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അടിപൊളി. 4 വയ്ക്കാനുള്ള സ്ഥലമല്ലോ ഉള്ളവിടെ. 5-6 വയ്ക്കാം. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. പക്ഷേ മനോഹരമാക്കുക അവിടെ എന്തെങ്കിലും. അപ്പോൾ നമുക്ക് അവിടെ കുഴി കൂത്താൻ പോവാം. സരിത ഒരു പലഹാരം ഉണ്ടാക്കണില്ലേ? മത്തങ്ങ കൊണ്ട് സരിത ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകട്ടെ കേട്ടോ. ഞാൻ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. നമ്മുടെ മേശ സരിതയ്ക്ക് പാചകം ചെയ്യാനിട്ടേ നമ്മുടെ മേശ ഇവിടെ കൊണ്ട് നിൽക്കാൻ വെച്ചു. നമ്മുടെ മത്തങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. മേശ സെറ്റാക്കി കൊടുത്ത് നമുക്ക് കുഴി കുത്താം. ചാർലിനെയും ഇമ്രാനെയും അഴിച്ചിട്ടു. സരിത അവിടെ പലഹാരം ഉണ്ടാക്കാൻ പോവാണ്.
അപ്പം നമ്മൾ ഇവിടെ ഭംഗിയാക്കാൻ പോവാണ് കേട്ടോ. അയ്യ വലിച്ചു കളയാത് അല്ല, ഇത് വലിച്ചു കളയണേ കളയാൻ അല്ല, ഇതിവിടെ ഇത്തിരി സ്ഥലം ഉണ്ടാക്കണമല്ലോ ഇത് നടാനായിട്ടേ. ഈ സാധനം കാട് പോലെയാവും. അത് ആരൂത്ത് നിൽക്കണ അവിടെ നിന്നോട്ടെ, ഇങ്ങോട്ട് കേറി വന്നതിനെ കളഞ്ഞാൽ മതി. അപ്പോ അല്ല, അരുത്ത് നിൽക്കുന്നത് അവിടെ നിന്നോട്ടെ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഫസ്റ്റത്തെ പറഞ്ഞ പോലെ ഈ മത്തങ്ങേനെ മുറിക്കാൻ തോന്നുന്നില്ല, അത്ര ഭംഗിയാണ്. ഇതിന്റെ പേരെന്തിട്ടാണാവോ, അല്ല ഗോൾഡൻ പംകിൻ എന്നൊക്കെയാവും. അത് ഗൂഗിളിൽ നോക്കിയറിയാം. മത്തങ്ങ കൊണ്ട് ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണേ, മധുരമുള്ള ഒരു പലഹാരം. നമ്മുടെ പ്രതാപ് ഫുഡ് TV എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആശ, പ്രതാപ് അവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധമാണ്. അപ്പോൾ ആ ചാനലിൽ അവരിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് കിണ്ണത്തപ്പം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ആവിയിൽ വേവിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മത്തങ്ങ വേണമെന്നൊന്നുമില്ല കേട്ടോ, മറ്റേ മത്തങ്ങയിലും മതി, പക്ഷെ നന്നായി പഴുത്തതാവണം. മത്തങ്ങ മുറിച്ച് ഭംഗിയുണ്ട്. മത്തങ്ങ മുറിച്ചപ്പോൾ സാധാരണ മത്തങ്ങ മുറിക്കണം പോലെ, പക്ഷെ ഇത് ഇനിയും വലുതാവും. ഇതായിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ച് പോലെ. അല്ല, ഇത് വലുതാവില്ല. ഇനി വലുതാവില്ലേ? മാക്സിമായി മത്തങ്ങേര കുരു, കുമ്പളങ്ങേര കുരു പോലെ കേട്ടാ. എന്താ ചാർലിക്കാണ് കുരു എന്നാ അതൊന്നോ. അപ്പോൾ ആദ്യം തന്നെ മത്തങ്ങേനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലൊന്ന് വിസിലടിപ്പിക്കണം. അതാണ് ആദ്യത്തെ പണി. അപ്പോൾ ഞാൻ അതൊന്ന് തൊലിച്ചെത്തട്ടെ കേട്ടാ. ഇവിടെ കുഴി കുത്തട്ടെ. എനിക്ക് തോന്നുന്നു ആ പലഹാരം ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണ ഈ പലഹാരമില്ലേ, ഇതുണ്ടാക്കാൻ സാധാരണ മത്തങ്ങയില്ലേ, അതാ നല്ലതെന്ന്. അതെ. ആ, കാരണം ഈ മത്തങ്ങയ്ക്ക് ഒരു 100 ഇല്ലേ. മറ്റേ മത്തങ്ങ ഇതിപ്പോ കുമ്പളങ്ങ പോലെ ഇരിക്കണ അതിന്റെ ഉൾഭാഗം ഫ്ലഷ്. ആ, നീ ഉണ്ടാക്കി പൊളിയാണെ പൊളിയിട്ടാ, എന്നാലും നമുക്ക് പറയാലോ. എന്തുട്ട് പറയണു? നമ്മുടെ വീട്ടിലുണ്ടാക്കി സാധനം കൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ. ഇത് കൂട്ടാൻ വെക്കാനാ നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇത് കൂട്ടാൻ വെക്കുന്നതല്ല, ഇതിങ്ങനെ ഉത്തരേന്ത്യക്കാരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. നമ്മൾ ആദ്യമായിട്ടത് വാങ്ങിയത് കടയിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നതാണ്. ഇപ്പോഴത്തെ കടകളിൽ പണ്ടൊന്നും ചെയ്യലത്. മുഴുവൻ എടുക്കണം. അപ്പോ നിനക്ക് ആവശ്യം എടുത്താൽ മതി. എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാ എനിക്ക് ആവശ്യമുള്ളത് നിനക്ക് ആവശ്യമില്ലല്ലോ, എനിക്ക് ആവശ്യമുള്ളത് പകുതി എടുക്ക്. അത്ര മതി. ഇതും കൂടി എടുക്കുക, ഈ കഷ്ണം കൂടി എടുക്കുക. ചിലപ്പോൾ ആ സാധനം ഭയങ്കര ടേസ്റ്റ് ആണെങ്കിൽ എനിക്ക് ചെറിയ കഷ്ണങ്ങളാക്കാട്ടാ. നമ്മുടെ ഭോഗമില്ലാതെ ഫസ്റ്റ് കുഴി കുത്തിയിട്ടാ. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടാ. ഇത് നമ്മുടെ സനീഷ് കൊണ്ടുവന്ന് വന്നിട്ടുള്ളതാണ്. അതിന് ഞാൻ നമ്മൾ മണ്ടിരിക്കുക അല്ല ഇങ്ങനത്തെ ഇതിലേക്ക് അയക്കുന്നത് മാത്രം. ഇതിൻ്റെ പൂവുകൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഈ സാധനത്തിനൊക്കെ ഭയങ്കര വിലയുണ്ട് കേട്ടാ. ഇത് കണ്ടു പിടിച്ചോളം ഒരു 2000 വില വരില്ലേ. എന്തൊരു വിലയതിന്, നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതിനോട് എടുക്കണം. ഇതിനെടുക്കാനായിട്ട് ഇത് വലിയ ഇതാണ് കേട്ടോ, ബ്ലാഡർ എന്നാണ് പറയുന്നത്. കോറലേ എൻ്റെ അമ്മേ, ഇത് പൊങ്ങില്ലേ സരിതാ. ഇതാണ് വിട്ടു പോരല്ലേ ദൈവം. അതിങ്ങനെ അതിന്റെ കടക്കി പിടിച്ച് ഇങ്ങനെ തിരിച്ചല്ലോ. അങ്ങനെ തിരിച്ചാൽ പോകണത് ലോഡ് മണ്ണുണ്ട്. ഇത് ഭയങ്കര ഇളകിയ കടടക്കാൻ പോരാ, നനച്ചു കൊടുക്കണം, ഉണങ്ങാണ്ടിരുന്നാൽ മതി ദൈവം. ഇതിൻ്റെ വേരിൻ്റെ ഉള്ളിയോടെ പോകുന്നു സരിതാ, വെറുതെ പിടിച്ചിട്ട് കിട്ടാത്തത്. മനസ്സിലായി. അയ്യോ കടാ, വേര് കണ്ടാ. ഈ വേര് മുറിച്ച് കളഞ്ഞാൽ അങ്ങോട്ട് കിട്ടുള്ളൂ മുകളിലേക്ക്. കത്തി നോട്ടിട്ട് വെട്ടോത്തി. അപ്പം അങ്ങനെ ഇത് കഷ്ണാക്കി ഇതിന് വേവിക്കണം. ഇവിടെ മുറിക്കുക. ഈ വേര് ഉള്ള കാരണം തോണ്ട് അത് പുറത്തേക്ക് വരത്ത്. ഈ വേര് ഇവിടെ അങ്ങോട്ട് നോക്കിയോട്ടെ. അയ്യോ, ഇതിനെ റീപോട്ടുന്ന എന്താ പറയുക സരിത അവർ ഇതിനെ കുക്കറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കടപ്പത്ത് വയ്ക്കാം. 2 വിസിലടിപ്പിച്ചിട്ട് ഇത് ഉടയണം നല്ലോണം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാ. കിട്ടില്ലേ? ഭയങ്കര കാനാടി. അപ്പൊ പിന്നെ ഒരു അയ്യോ പിന്നെ അങ്ങനെയാണ് കുഴിച്ചിടാൻ പറ്റിയില്ല. നോട്ടെ, വലിക്കാൻ പോവാ ഞാൻ. രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇരിക്കട്ടെ.
നിവൃത്തിയൊന്നുമില്ല, ഉണങ്ങി പോകുന്നില്ല. നമ്മൾ ഇതേപോലെ തന്നെ നട്ട തന്നെയല്ലേ. ഈ മണ്ണ് അരിക്കില്ല കേട്ടാ. ഞാൻ വരണ ഇത് വെറുതെ പിടിച്ചെന്നേ. മണലും ഇതും കൂടി ഇട്ടിട്ടുള്ളതാണ് നമ്മളന്ന്. ഇനി വിട്ടോ ഇനി നീങ്ങില്ല. ഇതിനൊരു മരമാക്കി വളർത്തണമെങ്കിൽ ശരിക്കും ഇത് മഴക്കാലത്താണെങ്കിൽ ഇത് പിടിച്ച് കിട്ടും. നന്നായി നനച്ചു കൊടുക്കാം. അപ്പം പിടിച്ച് കിട്ടിയോളും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നിന്നെടുത്ത പുല്ല് ഇങ്ങനെ വയ്ക്കുക. ചെടിത്തോട്ടം മറ്റേ ഇവരൊക്കെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ളതെന്ന് വിചാരിക്കും. പണി ഉണ്ട് ഇങ്ങനത്തെ സാധനത്തെ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ പണി ഉണ്ടെന്ന് പറയാം. പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് ഇങ്ങനെ ആ മാഷൊക്കെ പ്രേമേട്ടൻ്റെ വല്യച്ഛനില്ലേ, ആള് കുറച്ച് ദിവസം കൂടുമ്പോൾ ചെടികളെയൊക്കെ അറേഞ്ച്മെന്റ്സ് മാറ്റും. അതന്നെ ഒക്കെ അങ്ങോട്ട് മാറ്റി പറയുമ്പോൾ ആൾക്ക് 80 ദിവസം ഇങ്ങടാ പറയുന്നത്. പക്ഷെ ആള് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. ഒറ്റയ്ക്കാണ് ജീവിക്കണത്. പക്ഷെ ആള് അതങ്ങനെ ചെയ്യണതിൽ ഭയങ്കര സന്തോഷമാണ്. അത് ഇപ്പോൾ പോയിട്ട് ആളുടെ പൂന്തോട്ടം കാണുന്ന പോലെയല്ല. ഒരു അടുത്ത മാസം ചെല്ലുമ്പോൾ മാറി വേറെ മോഡലായിട്ടുണ്ടാവും. ആള് ചെയ്യുമ്പോ ആഹാ, ഞാൻ ചെയ്യുമ്പോ ഓഹോ. അല്ല, ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ ഇത് ചെയ്യാൻ വലിയ എളുപ്പമുള്ള പണിയല്ലാന്ന്. അത് ഞാൻ പറഞ്ഞ നമുക്ക് എന്ത് കാര്യം നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് പണിയായിട്ട് തോന്നില്ലല്ലോ. എനിക്കും ഈ പറഞ്ഞ പോലെ ഗാർഡനിങ് ഒന്നും എൻ്റെ 7 അയലക്കത്തൂടെ പോയിട്ടില്ല. ഇങ്ങനത്തെ ഒരു സംഭവം വെള്ളം ഒഴിക്കാം. എൻ്റെ ഇതൊക്കെ ശരിയായി മാറുന്നു. കൂടുതൽ വെള്ളം ഒഴിക്കണം കേട്ടാ. കാരണം വേരിൻ്റെ അത് നടലും വളടലും അങ്ങനെയൊക്കെ ചെയ്താൽ നനയ്ക്കൽ ഞാൻ ചെയ്യാം. അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. അതിൻ്റെ ഒരു അടിഭാഗം നല്ല കട്ടിയിൽ നിൽക്കണ കാരണം അതൊരു മരം പോലെ വരും തോന്നുന്നുണ്ട് അല്ലേ. മരത്തിന്റെ കണ്ടറിയണം. ഹൈറ്റ് അധികം വെക്കാവോ? ഹൈറ്റ് വെക്കാനായിട്ട് അല്ല, സൈഡിലേക്കുള്ള ചില്ലകൾ വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് പോകും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ബോൺസായി ആണ്. അതിന് നമ്മൾ ഉയരം കൂട്ടണം. സൈഡിലേക്ക് വരുന്ന ചില്ലകൾ കംപ്ലീറ്റ് ഇളകി കളയണം. ഇപ്പൊ ചില്ലകളൊന്നും അലക്കണ്ട. ഇപ്പൊ ഒന്നും ചെയ്യില്ല. ഇപ്പൊ പൂക്കൾ ഉണ്ടാവണ ടൈമാണ്. ഇപ്പൊ വെട്ടിക്കളയരുത്. അടിപൊളിയല്ലോട്ടാ ബോഗൻവില്ല. ഏത് ചെമ്പരത്തിയുള്ള നടുവില് ഓരോന്നിട്ട് കൊടുക്കാം. ഇവിടേക്ക് അവിടേക്ക് നല്ല ഭംഗിയായിരിക്കില്ലേ ഈ പൂന്തോട്ടം ഇങ്ങനെ അതിർത്തിയിലേ. ഒരു വിസിലും കൂടി വന്നോട്ടെ. ഇനി നമ്മളത് വിടാം. അടുത്ത് കേട്ടാ ന്യൂനമർദ്ദം കഴിഞ്ഞില്ലേന്ന്. മഴക്കാരുണ്ട്. മഴ നല്ല മഴക്കാര് വന്നല്ലോ. ഗൾഫ് നാടുകളിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ അവസ്ഥ എന്തിട്ടാണാവോ. എല്ലാവരും ഉള്ളിൽ തീയായിട്ടാവും ജീവിക്കണ്ടാവുക. പിന്നെ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാണ്ട് പെട്ടവരുണ്ട്. ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസലാക്കിയിട്ട്. 2 വിസിലടിച്ചു. അപ്പോൾ ഇത് ഓഫ് ചെയ്തിടാം. സമയമെടുക്കും. അതിന് ഈ സ്റ്റീം പോയി കഴിഞ്ഞ് ചൂടാറിയിട്ട് വേണ്ട മിക്സിയിൽ അരയ്ക്കാൻ. അത് പെട്ടെന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എവിടേക്ക് അതും കൊണ്ട് പോണേ. ഈ മണ്ണ് ഇത് ഇവിടെ ഈ മണ്ടല് ബെസ്റ്റ് മണ്ണത്. കിടന്നോട്ടെ, ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ. നമ്മുടെ അടുത്ത ഭാഗമില്ല കുഴി കുത്തിൻ്റെ ചേട്ടാ അർബാനയിൽ വെച്ച് കൊണ്ടുവന്നൂടെ. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ തണ്ടല്ലേ അല്ല വിലക്കം. കഴുത്ത് വേദന മാറിയാ? കുറച്ച് ബിനുവിൻ്റെ അവിടേക്ക് മരുന്ന് വെച്ച് കെട്ടാൻ പോണെന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ട്. എന്തായാലും ചൂടാറിയാ? ചൂടാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വെന്തുട്ടാ. ഇത് അടിപൊളിയായിട്ട് വെന്തു ഉടഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റതീന്ന്. ചെറുതായിട്ട് ചൂടുണ്ട്. ചെറുതായിട്ടല്ല, മിക്സിയിൽ അരച്ചുകൊണ്ടിരണ്ടേ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടും ചിട്ടുന്നല്ലേ, വേറെ ഇപ്പോൾ ഒന്നുമല്ല. എന്നിട്ട് ചട്ടി പൊട്ടുമെന്നാ? ഇത് ചട്ടിക്ക് വിലയുണ്ടേ, 120 രൂപ ചട്ടിക്ക് വിലയുണ്ട് ഒരെണ്ണത്തിന്. അത് വെള്ളം ചേട്ടൻ എന്തായാലും വലിച്ചു പറിച്ചെടുക്കല്ല. അപ്പോൾ വെള്ളം നനയ്ക്കുകയാണെങ്കിൽ അത് പോരില്ലേ? ഇല്ല. അപ്പോൾ എന്താ വെച്ചില്ലേ, ഇവിടുന്ന് ഇളകിയാണ്ട് പോയി നോക്കി നോക്കാം. വലിച്ചോ വന്നിട്ട് എങ്ങനെയും കണക്കിനെയാണ് ഇതേ പോന്നു. കണ്ട വേരില്ലല്ലോ. ഇതിന് വേരടിയിലേക്കില്ലല്ലോ. പൊട്ടി പോന്നതാണോ? അതിൻ്റെ പേര് അങ്ങനെയാ. ഒന്ന് പിടിച്ചു വെക്കൂ വെറുതെ. അതിനല്ല ഞാൻ വന്നത്. അതെ, മണ്ണിലായ അയ്യോ കുഴപ്പമില്ല, അത് ശരിയാക്കാം. മണ്ണിലായാലും പ്രശ്നമില്ല. മണ്ണിലായാലും ഇത് പിടിച്ച് കിട്ടും. നന്നായി നനച്ചു കൊടുക്കുക. അത് ഞാൻ ശരിയാക്കാം. ഇനി ഞാൻ ശരിയാക്കാം. മറ കണ്ടാ നിൽക്കരാ, കണ്ടാ ഈ സാധനം കണ്ടാ. പിന്നെ എന്തൊരു ചെയ്യണ്ടെന്നറിയോ?
ഇതിലേക്കൊരു 1/2 കപ്പ് അരിപ്പൊടി, ഒരു നുള്ളുപ്പ്, കുറച്ച് ഏലക്കായ പൊടി, പിന്നെ ശർക്കര ഉരുക്കിയതാണ് വേണ്ടത്. നമ്മൾ ശർക്കരപ്പൊടി ഇട്ടു, മധുരം നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇടാം. പിന്നെ അതിൽ നാളികേരം ഡയറക്റ്റായിട്ട് ചേർക്കാണ് ചെയ്യണം കേട്ടോ. പക്ഷേ ഞാനിവിടെ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഒരു നാളികേരല്ല ഇത്, നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും ഉണ്ട്. ഇത് ചേർത്തിട്ട് ഇത് മിക്സിയിൽ അടിച്ചിട്ട് വരാട്ടെ ഞാൻ. നമുക്ക് മധുരം നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഞാൻ ശർക്കരപ്പൊടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വരാം. സൂപ്പർ. മധുരം കുറവാ. നാളികേരപ്പാൽ ആ ഇടുന്നോടന്ന് മുഴുവൻ ചേർക്കേണ്ടി വന്നില്ല കേട്ടോ. ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിലുണ്ടല്ലോ, ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് അപ്പോൾ ഇഡ്ഡലിയുടെ ഷേപ്പിൽ ഇങ്ങനെ വരും. അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. നാളികേരപ്പാലിന് വരെ നാളികേര ചെരുകിയിട്ട് ഇതുപോലെ മിക്സിയിൽ അരച്ചെടുത്താലും മതി. അടുത്ത കുഴി കുത്തി സാധനം എടുത്തോണ്ടില്ലേ, ഇതിലിത്തിരി കൂടുതൽ മണ്ണുണ്ട്, അതന്നെ നല്ല ആ ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുവന്നൂടെ. ഇനിയിപ്പോൾ ഉന്തുവണ്ടി എടുക്കാൻ പോകുന്നില്ലേ, വലിയ കുഴപ്പമില്ല. നാളത്തേക്ക് ഇനി വല്ല വേദന വിലക്കെന്നൊക്കെ പറയും. ഇനി ഇത് ആവിയിൽ വേവിക്കാൻ പോവാണ് കേട്ടോ. ഒരു കിണ്ണെടുത്തിട്ടുണ്ട്, കിണ്ണത്തപ്പം ഉണ്ടാക്കണ പോലെ. കിണ്ണത്തിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ, കനം കുറച്ച് ഉണ്ടാക്കിയ പോരെ കിണ്ണത്തപ്പം പോലെ. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണേ വെക്കാട്ടാ. ചെയ്യാം, കാണാൻ നല്ല ഭംഗിയില്ലേ. നേരെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് അത് കനം ആവും. മറ്റേ ഇത് കൊണ്ടുവരണ ഏത് പണിക്കാരൻ മറ്റേ സാധനം വാട്ടർ ലെവൽ ഇപ്പൊ ചേട്ടൻ നോക്കുമ്പോൾ തോന്നണേ ഇവിടേക്ക് ഇങ്ങനെ ഇല്ല കുഴപ്പമില്ല, അത് ചിലപ്പോൾ നീങ്ങും. മുടിയിക്കാം. ഒരു മിനിറ്റ് ഇതൊന്ന് പിടിക്കാമെന്നേ. ഈ ചട്ടിയിലേ അല്ല ഈ ഇതൊന്ന് പിടിച്ചെന്നാൽ മതി, ഞാനത് വലിച്ചെടുക്കാം. ഇതിൻ്റെ ആകെ മുള്ള കൈമേ കണ്ട, കണ്ട അത് നനയ്ക്കാൻ പാടില്ലായിരുന്നു. കണ്ട അത് എങ്ങനെ തന്നെ പോന്നു. നനയ്ക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ മറ്റേതൊക്കെ ചേട്ടൻ നനച്ചാ? അല്ല അതിൽ നനവുണ്ടായിരുന്നു. അല്ല കാര്യമില്ലേ പറയണേ, ഇതേ പോന്നു. ഒരെണ്ണം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. അവസാനം ഇവിടെ ഭോഗം വല്ല മയവും ആവട്ടെ അല്ലേ. ഈ സാധനങ്ങളെ ഈ പുല്ല് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ നശിപ്പിക്കും. ഇതിൻ്റെ പേരുകൾ കട ഇതൊക്കെ ജാതി കടകളാ. ഇങ്ങനെയുണ്ട് ഇവിടത്തൊക്കെ വൃത്തികേടായി കണ്ട, പുല്ലൊക്കെ ഇതായി നാശമായി തുടങ്ങി കണ്ട. ഓരോന്നിലേക്ക് വലിപ്പം നോക്കിയേ, സരിത നോക്കിയേ. നമുക്ക് കുറച്ച് കോഴിക്കുട്ടികളെ വാങ്ങിക്കായിരുന്നു അല്ലേ. എന്തൊരു താങ്കി ഉള്ള കോഴികൾ മതി. ഇതാണ്ട നോക്കിയാൽ അതിൻ്റെ വലിപ്പം കണ്ട, പുല്ലിനെ നശിപ്പിക്കുക. ഇതിങ്ങനെ ഇവിടെ നിറയെ ഇങ്ങനെ പടർന്ന് കാട് പോലെയാണെന്ന് തോന്നുന്നു ഈ സാധനം. ഇതോ ഒരു തൈക്ക് എത്ര രൂപയല്ലേ? ആളുകൾക്കാണെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാം. അതെ, ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ വേര് ഒരു കിഴങ്ങ് പോലെയാന്ന് കിഴങ്ങ് പോലെ ഇലകൾ വന്നുകൊണ്ടിരിക്കും. അതായിരുന്നു ഇവിടത്തേക്ക് പുല്ല് നാശമായി തുടങ്ങി. നോക്കിയേ കണ്ട എന്തോരാ. ഇന്നലെ സരിതാനൊരു നാടകം കാണിക്കാൻ കൊണ്ടുപോയി, തനത് ലാവണം. ഞങ്ങളൊരു നാടകം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ പോരെ? അതെ, അങ്ങനെ പറയണ്ടേ? അല്ല എങ്ങനെയാണേ പറഞ്ഞ ചേട്ടൻ്റെ ഇഷ്ടം. ശരി പറഞ്ഞു. ഇന്നലെ പ്രതാപേട്ടൻ്റെ നാടകമായിരുന്നു തനത് ലാവണം. പ്രതാപൻ എന്ന് പറയുന്ന ആള് കുറേ സിനിമകളുണ്ട്. മിന്നൽ മുരളിയിലത്തെയൊക്കെ ചായക്കടക്കാരനില്ലേ, നമ്മുടെ
ഷിബു ഇങ്ങനെ നിർത്തി പോവില്ലേ മോളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ആള് കുറേ സിനിമയിലുണ്ട്, രേഖ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ ആളാണ് സംവിധാനം ചെയ്തത്. തുപ്പേട്ടൻ്റെയാണ് നാടകം. നല്ല നാടകമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുപോയത് ചേട്ടൻ തന്നെ. ചേട്ടനത് എന്നാ കണ്ടിട്ടുള്ളത്? 2013 നമ്മൾ ആ നാടകം കാണാൻ പോയത്. നാടകം പഠിക്കാൻ പോയപ്പോൾ അവിടെ അക്കാദമിയിൽ നാടകം ഉണ്ടായിരുന്നു. ഭയങ്കര മനോഹരമായ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നാടകങ്ങളിൽ ഒരു നാടകം അതാണ്. ആ നാടകമാണ്. ഇടയ്ക്കിടയ്ക്ക് നാടകങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഈ തനത് ലാവണത്തിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം എനിക്കും ഇതിങ്ങനെ കേട്ട് നമുക്കൊരു സാധനത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ കാണണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നുമല്ലോ. അപ്പം അങ്ങനെ സിനിമകളൊക്കെ കുറിച്ചിട്ടാവും നമുക്ക് യൂട്യൂബിൽ ഏതിലേലും കാണാം. ഇത് അങ്ങനെ കാണാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഇത് വീണ്ടും വന്നു. ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ 2 അവതരണം ഉണ്ടായിരുന്നു. 5 മണിക്കും 7 മണിക്കും ഉണ്ടായിരുന്നു. 5 മണിക്കാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ കേട്ടാ നാട്യഗൃഹത്തിലായിരുന്നു. അപ്പോൾ ആ നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത്തിരി ലാഗ് പോലെയൊക്കെ തോന്നി. ചേട്ടൻ പറഞ്ഞാൽ 2013 ആദ്യം കണ്ടിട്ടുള്ളത്. അന്ന് ചെയ്ത് അത്രയ്ക്ക് നന്നായിട്ടില്ല എന്നാ പറഞ്ഞത്. അതിലത്തെ അതേ കഥാപാത്രങ്ങൾ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ അവരെന്നെ ഇല്ല. സുധി വട്ടപ്പുണ്ണി മാത്രം മാറി. സുനിൽ സൂദിയൊക്കെ ഉണ്ടായിരുന്നു. സുനിൽ സൂദിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടർ എന്തായിരുന്നു? അല്ല, സുനിൽ സൂദ ഇതിലുള്ളോ? അന്ന് ഉണ്ടായിരുന്നില്ല സുനിൽ സൂദ. നമ്മുടെ ശശിയേട്ടനൊക്കെ അന്നത്തേൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നത്തേലില്ല. അപ്പോൾ അവർ നാടകം സെയിം, പക്ഷെ അതിൻ്റെ അവതരണം കുറേ മാറ്റങ്ങൾ വരുത്തി. അതായിരിക്കും നമുക്കൊരു ലാഗൊക്കെ ഫീൽ ചെയ്തത്. പക്ഷെ കഥ നല്ല കഥയായിരുന്നു. കഥ പറഞ്ഞു കൊടുത്തു ചേട്ടാ. ചേട്ടനാകുമ്പോൾ അതിൽ 10-16 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഒരാളായിട്ട് ചേട്ടൻ ചെയ്ത് കാണിച്ചു അഭിനയിച്ച്. ഒന്നുമില്ല, അതായത് ബോംബെയാണ് കാണിക്കുന്നത്. പണ്ടത്തെ 1980-കളിലത്തെ ബോംബെ, മുംബൈ. അതെ, കേരളത്തിൽ നിന്ന് ആളുകൾ ഇങ്ങനെ അവിടെ നമ്മൾ നാട് വിട്ടു പോവുക അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അവിടേക്കല്ല ടൈം. ആ സമയത്ത് ബോംബെയാണ്. അപ്പോൾ ഈ നാട്ടിൻപുറത്തുനിന്ന് കിണാശ്ശേരി എന്ന് പറഞ്ഞാൽ കിണാശ്ശേരി ഇല്ലേ, അവിടെ നിന്നുള്ള ഒരു ഫാമിലി പണ്ട് പോയിട്ടുണ്ട് അവിടേക്ക്. ഇവിടുന്ന് എല്ലാം വിറ്റ് പറക്കി വഴക്ക് കൂടിയിട്ട് അങ്ങനെ പണ്ട് തറവാട്ടിൽ നിന്ന് വഴക്ക് കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവരവിടെ സെറ്റിലായി, അവരുടെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് അവർ അവിടെ നല്ല ഉയർന്ന നിലയിലായി. അപ്പോൾ അവരെ അനിയൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ തവിടുപൊടി, അതായത് ചേട്ടത്തി തറവാട്ടിലത്തെ പണ്ടത്തെ മരുമക്കത്തായാണല്ലോ. അപ്പോൾ 2 പെൺമക്കള്. അപ്പം മൂത്ത ചേച്ചി മകളുടെ ഭർത്താവാണ് സുനിലേട്ടൻ. പിന്നെ രണ്ടാമത്തെ അനിയത്തിയുണ്ട്. അപ്പോൾ അനിയത്തിയുടെ ഭർത്താവിനാണ് കുറച്ചുകൂടി നല്ല ജോലിയും അവസ്ഥയൊക്കെ, അവർക്കാണ് നല്ലത്. അപ്പോൾ അവരുടെ മോൻ ഗോപാലൻ അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തി. അതേ പ്രായത്തിൽ തന്നെയുള്ള ചേച്ചിയുടെ മോൻ പ്രശാന്ത്, അവനെ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും വിടാൻ ഇവർക്ക് കഴിവില്ല. അപ്പോൾ ഈ ചേച്ചിയുടെ ഭർത്താവ് ഈ അനിയത്തിയുടെ ഭർത്താവിനായിട്ട് വഴക്കുണ്ടാക്കും. നീ 2 ഒരേ പ്രായത്തിലുള്ള പിള്ളേരെ നീ എന്തിനാടാ നിൻ്റെ മോനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വഴക്ക്. അങ്ങനെ ഭയങ്കര പ്രശ്നമാകുമ്പോൾ ഇവിടുത്തെ കാരണവർ പറയും, മതി, ഇനി നിങ്ങൾ 2 പേരും ഒരു വീട്ടിൽ താമസിക്കുക മതി. മറ്റവരോട് ഗോവിന്ദൻകുട്ടിയാ, ശേഖരൻകുട്ടിയാ, മൂത്ത ചേച്ചിയും ഭർത്താവുണ്ടല്ലോ, അവരെ അവിടെ നിന്ന് ഇറക്കി വിടും. അവർ കഴിവ് വളരെ മോശമാണ് അവരുടെ അവസ്ഥ, അവരെ ഇറക്കി വിടും. അങ്ങനെ അവർ ഇവിടെ നിന്ന് നാട് വിട്ട് അങ്ങനെ പോയി അവർ ബോംബെയിലെത്തി അവിടെ കിടന്ന് അങ്ങനെ അവരവിടെ ബിസിനസ്സൊക്കെ ചെയ്ത് അവരവിടെ വലിയ സെറ്റപ്പായി. അതേസമയം ഈ തറവാട്ടിലുണ്ടായിരുന്ന നല്ല ഇതുണ്ടായിരുന്നവർ ക്ഷയിച്ചു. കടം വന്നു പറഞ്ഞാൽ ഇയാൾ രോഗിയായി മാറി. അപ്പോൾ ഇയാൾക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാണ്ടായി. അങ്ങനെ ഇയാൾ ഭയങ്കര ഒരു സൈഡൊക്കെ തളർന്നു. അപ്പോൾ ഇയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഉണ്ടായിരുന്ന സ്വത്തുവകകൾ മുഴുവൻ വിറ്റ് അങ്ങനെ ഇവരാകെ ദരിദ്ര അവസ്ഥയിലായി. അപ്പോൾ ഇവരുടെ മകൻ ഗോപാലൻ, അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്ന് പഠിച്ച ഗോപാലൻ, ഈ കാരണവരുടെ ഒരു കത്തുമായിട്ട് ബോംബെയിലേക്ക് വരികയാണ്. അതാണ് ഫസ്റ്റ് സീൻ. ജോലി അപ്പോൾ കാരണവർ പറഞ്ഞു വിടും, പറയണ്ട ഒന്നുമില്ലെങ്കിലും രക്തബന്ധമല്ലേ, നിൻ്റെ സ്വന്തം വല്യമ്മയും വല്യച്ഛനും അവരുടെ മക്കളൊക്കെയാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും നിനക്ക് വേറൊരു നാട്ടിൽ പോകണ ഒരു ഇതുണ്ടാവില്ല, നിന്നെ അവർ നന്നായി നോക്കിയോളൂ, നിനക്ക് നല്ല ജോലിയും അവിടെ അവരെ കമ്പനിയിലും കിട്ടും, അങ്ങനെ നിനക്ക് അവിടെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ട് ഈ ഗോപാലൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതിങ്ങനെ പല ഫ്ലാഷ് ബാക്കുകളിൽ കൂടിയാണ് ഈ കഥ കാണിക്കണം കേട്ടോ. അത് ഞാൻ അങ്ങനെ തുടക്കം പറഞ്ഞു എന്ന് മാത്രം.
അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നാടകത്തിൽ കാണിക്കുന്നത്. അത് വേണേൽ ചേട്ടൻ പറഞ്ഞു. ഇല്ല, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ജോലിക്കാരൊക്കെ ഉണ്ട്. അതിൽ മെയിൻ ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞത് പരമു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. പരമു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മെയിൻ ജോലിക്കാർ. എല്ലാ കാര്യങ്ങളും പരമുവാണ് അവിടുത്തെ എല്ലാ ഇതുകളും. പിന്നെ കഥ ഇങ്ങനെ പോകുമ്പോൾ പരമു പണ്ട് 10 വയസ്സിൽ ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ളതാണ്. 10 വയസ്സിൽ 10 വയസ്സ് തന്നെയല്ലേ? അല്ല സോറി. അപ്പം അതേ അത് ഞാൻ എടുക്കാൻ നോക്കാം. ഇങ്ങോട്ട് തിരിച്ചെരിഞ്ഞിട്ടായിരുന്നു അവിടെ. അത് കാരണം അങ്ങോട്ട് തൂങ്ങി. അത് കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള മാവ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ പോരെ. പിന്നെ ഇഡ്ഡലി ചെമ്പിൽ പിന്നെ ആ ഇഡ്ഡലി തട്ടും കൂടി കഴുകാൻ നിൽക്കണം. അതിലും ഇതിൽ ചൂടാറിയിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ കോരി ഒഴിച്ചുണ്ടാക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ മറ്റേ ഇതിൻ്റെ പറയില്ല, അവിടെ പരമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ. ആളാണ് ഇവിടെ ഞങ്ങളുടെ കഥ പറയാൻ പറ്റില്ല, അത് കാണണം. അതന്നെ, ശരിക്കും അത് കാണണം. അതെ, അവിടെ അതിലാണ് ഇയാളുടെ ഓർമ്മകളിലൂടെയൊക്കെ വരുന്ന ഒരു ഇതാണ്, അതിലാണ് നാടകം. അതെന്താ പറയണ്ടല്ലേ? അത് ഇനി ഇപ്പോഴെങ്കിലും തനതിലാവണം ഉണ്ടാകുമ്പോൾ. അല്ലെങ്കിൽ ആ തുപ്പേട്ടൻ്റെ നാടകങ്ങളുടെ പുസ്തകം ഉണ്ട്, അത് വായിച്ചു നോക്കിയാലും അറിയാം അല്ലേ? അതന്നെ പറയണ്ട. അപ്പം വിഷമം വരും നമുക്ക് അവസാനം, ഫീലാവും. പലഹാരം തിന്നാറായി. ചൂടാറിയില്ലേ? ചൂടാറിയോന്ന് ചോദിച്ചാൽ വിട്ടുപോരുമെന്ന് എനിക്കറിയില്ല. ആ ചൂടാറിയിട്ടാ, പക്ഷെ അപ്പോഴത്തേക്ക് ഇരുട്ടായി. അപ്പം ഞങ്ങൾ കുടിലേക്ക് പോന്നു, ലേറ്റ് ഇട്ടിട്ട് ഇവിടെ ഇരുന്നു. ഇനി നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ മുറിച്ച് ഒരു കഷ്ണം നോക്കി വെക്കാട്ടാ. ഇതെന്താ അടി ഉറച്ചിട്ടില്ല? ഇതെന്താ അടി ഉറച്ചിട്ടില്ലേ? ചൂടാറിയിട്ടില്ലേന്നു, ഫുള്ളായിട്ട് ചൂടാറിയിട്ടില്ലേ? അതാ ഭയങ്കര സോഫ്റ്റ് അല്ലേ? ചൂടാറിയിട്ടില്ലേ? ആവി പോണു. ഇങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഉറച്ചിട്ടില്ലേ? ഇത് കൂർക്ക് തിന്നണ പോലെ ഉണ്ട്. ഇതെന്തൊരു കുഴപ്പമുണ്ടായി? കിണ്ണത്തപ്പം ടീസ്പൂണോട് കോരി തിന്നിടക്ക് തീയടായി. അതെന്താ ഇത് ശരിക്കും ഉറച്ചിട്ടില്ലേ? ഇത് ഇതുവരെയിട്ട് എന്താന്ന് കാരണം എന്നറിയില്ല. ചേട്ടൻ പറയുന്ന പാത്രത്തിന്റെ ആണെന്ന്. ഞാൻ അത് ഉണ്ടാക്കിയ പാത്രല്ലേ, പുറത്തേക്ക് പോവാണ് ഫുള്ളായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ചെമ്പ് ഇല്ലേ, അതില് ഈ കിണ്ണല്ല, ശരിക്ക് ചെറിയൊരു കിണ്ണുണ്ട്. ഇത് വലിയ കിണ്ണം വേറെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേറെ പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് സരിത ഇത് വെച്ചത്. ചെറിയൊരു കിണ്ണുണ്ട് ഇഡ്ഡലി ചെമ്പ്, അതിൽ നിന്ന് കോരി വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ ഇനി സെറ്റപ്പ് ആക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നോക്കിയേ, ഒന്നായിട്ടില്ല. ഒന്നായിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കുറുക്ക് കഴിക്കുന്ന പോലെ വെന്തുണ്ട്. ഉറക്കാണ്ട, എനിക്ക് തോന്നുന്നു വെള്ളം കൂടിയിട്ടാണ്. ശരി, നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നിന്നും അവിടെ വെച്ച് ചലോ ഇഡ്ഡലി ചെമ്പ് നമ്മൾ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അടുക്കളയിലേക്ക് വന്നിട്ട് നോക്കിയേ, സരിത ചെയ്യുന്ന നോക്കിയേ. ഇതാണ് നമ്മുടെ ഉണ്ടാക്കണ പാത്രം കേട്ടോ. ശരിക്കും കിണ്ണത്തപ്പണ്ടാകണ പാത്രമാണത്. ഇത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഇഡ്ഡലിയുടെ തട്ട് ഇങ്ങനെ തലതിരിച്ച് അല്ല എന്താ പറയുക, കമത്തി വെച്ചു. ഇനി ഇതിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ടാവും, നോക്കട്ടെ നമുക്ക്. ഇതേ സെയിം മാവ് തന്നെ കേട്ടോ, ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഒന്നും ഇടാൻ പറ്റേ, നീ കോരി ഒഴിക്കുക അതേ അളവില്. അരിപ്പൊടിയുടെ അളവ് കുറഞ്ഞിട്ടാവും തോന്നുന്നു. അല്ല അങ്ങനെയാണ് ഞാൻ ആവട്ടെ, നോക്കിയോട്ടെ നമുക്ക്. അടുത്ത വീണ്ടും 3 കിണ്ണം ഒഴിക്കുന്ന, അല്ല 3 കയ്യിൽ ഒഴിച്ചാൽ മതി. മതി 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 ഇതാട്ടാ നമ്മൾ. ഇതാണ് കുഴപ്പക്കാരെന്നറിയാലോ, ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ ഇത് വെച്ചു. ഇതുകൊണ്ട് മൂടി വയ്ക്കാൻ കേട്ടോ, തുണ്ട ആവി പുറത്തേക്ക് പോവില്ല. കാത്തിരുന്ന് കാണാം നമുക്ക്. അപ്പം നമ്മൾ ബന്ധുണ്ടാവുമെന്ന് ചോദിക്കും കേട്ടോ. നമുക്ക് തീന്ന് ഓഫ് ചെയ്യാം. തുറന്നു, ആവി പതഞ്ഞ് പോകുന്നു. ഒന്ന് കുത്തി നോക്കാം കേട്ടോ നമുക്ക്. മറ്റേ കുറച്ചേരം കിട്ടേ, മറ്റേ പുറത്തേക്ക് എടുത്ത് വയ്ക്കി, പുറത്തേക്ക് എടുത്ത് വയ്ക്കിട്ടേ ഉറക്കണ്ടേ കിട്ടേ. ചൂടാറട്ടത്, ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, ചൂടുണ്ടാവട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അല്ലേ? അതൊരു സെക്കൻഡ് കഴിഞ്ഞിട്ട് മതി. ഇതാങ്ങിയ ചൂടാറട്ടെ.
നമ്മൾ ചൂടാറാൻ വെച്ചു കേട്ടോ. ചൂടാറാൻ വെച്ചിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റൊന്ന് നമ്മളൊന്ന് ദൈവമേ ഇത് ഓർച്ചില്ല. പറഞ്ഞില്ലേ അരിപ്പൊടി കുറഞ്ഞിട്ടോ സമാധാനമായി ചേട്ടൻ. അല്ല അത് അറിയണമല്ലോ നമ്മൾ. എവിടെയോ കമത്തി അടിക്കാൻ പോകട്ടെ നമ്മൾ. അത് പ്ലേറ്റ് പൊട്ടും. പ്ലേറ്റ് പൊട്ടുന്ന അത് വീഴൊന്നുമില്ല. വീഴില്ല. അത് ഉറച്ചിട്ടില്ല അടിഭാഗം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നാണ് ചേട്ടൻ ചിന്തിക്കണേ. അതെ ഇതിന് ഒരു ചെറിയൊരു മോഹൻലാൽ പറഞ്ഞ പോലെ കൂട്ടിട്ടും കരിച്ചിട്ടും കുണിച്ചിട്ടും ശരിയായില്ലെങ്കിൽ ഒന്നുകൂടിയും കരിച്ചും കുണിച്ചും നോക്കണം നല്ലതല്ലേ എന്നല്ല പറയുന്നത്. അങ്ങനെ ചേട്ടാ അതിൽ തരിയും കൂടി അരിപ്പൊടി വേണം. അല്ല പക്ഷെ മറ്റേ പോലെ ധൈര്യ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. കടാ ഇങ്ങനെ കിട്ടിയില്ല. ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. മറ്റേനേക്കാളും ഉറച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇത്തിരി കൂടി അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും. ഞാൻ 1/4 കപ്പ് അരിപ്പൊടി ഇട്ടുള്ളൂ. 1/2 കപ്പ് 1/4 കപ്പല്ല 1/2 കപ്പ് അരിപ്പൊടി ഇട്ടാൽ അത് 1 കപ്പാണെങ്കിൽ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പോരുന്നുണ്ട് സാധനം. കണ്ടാ ഇത് കണ്ടാ പോന്നു. പക്ഷെ അത് ഒരു കുറുക്ക് പോലത്തെ. അല്ല മറ്റേ പോലെ ഇല്ലാന്ന് കേട്ടാ. ഇങ്ങനെ കിട്ടി. ഇത് വിട്ടു പോരുന്നത് കണ്ടാ നോക്കിയേ. ഇങ്ങനെയല്ലോ കിണ്ണത്തപ്പം ഇരിക്കണ്ടേ. അല്ലാന്ന് മറ്റേതെങ്ങനെ പഠിച്ചെടുക്കണ്ടായിരുന്നു. അതെ മറ്റേ ടീസ്പൂൺ കൊണ്ട് കോരി തിന്നേണ്ട അവസ്ഥയായിരുന്നു. ഇതതിലേക്കാളും ഭേദം. പക്ഷെ ഇതിലൂടെ അരിപ്പൊടി ഇടണം. അങ്ങനെ നമ്മൾ നിർത്തി പരിപാടി. അതന്നെ ബാക്കിയുള്ള ഞാൻ ഇതിലൂടെ അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയോളാം. ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം.